മനുഷ്യരാശി വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടയിൽ മാത്രം സാങ്കേതികപരമായിട്ട് നമ്മൾ എത്രത്തോളം പുരോഗമിച്ചു എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. എന്നാൽ ഇതേ വേഗതയിൽ പുരോഗമിക്കുകയാണെങ്കിൽ അടുത്ത 1000 വർഷങ്ങൾക്കുള്ളിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നറിയാൻ വേണ്ടി നമുക്ക് ഭാവിയിലേക്കൊന്ന് പോയി നോക്കാം. ആദ്യമേ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇതൊരു ഭാവി പ്രവചനമല്ല. ഭാവി നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. മനുഷ്യരാശി ഇന്ന് പുരോഗമിക്കുന്ന രീതി അനുസരിച്ച് ഭാവിയിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. അടുത്ത 1000 വർഷങ്ങൾക്കുള്ളിൽ മാർസ് ഗ്രഹത്തിന് കോളനിവൽക്കരിക്കും. ബഹിരാകാശപരമായ ദൗത്യങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാസ 2035-ൽ മാർസ് ഗ്രഹത്തിൽ മനുഷ്യരെത്തിക്കണമെന്ന് പദ്ധതിയിടുമ്പോൾ 2030-ൽ തന്നെ അത് ചെയ്യാനാണ് സ്പേസ് എക്സ് ശ്രമിക്കുന്നത്. നാസയും സ്പേസ് എക്സ് മാത്രമല്ല, ലോകത്തിലുള്ള പല സ്പേസ് ഏജൻസികളും ആദ്യം മാർസിലെത്താനുള്ള മത്സരത്തിലാണ്. ഈ നൂറ്റാണ്ടിൽ തന്നെ കുറഞ്ഞത് 1 ലക്ഷം മനുഷ്യരെങ്കിലും മാർസിൽ എത്തിക്കണമെന്നാണ് സ്പേസ് എക്സിന്റെ CEO ഇലോൺ മസ്ക് പറയുന്നത്. അങ്ങനെയെങ്കിൽ 3025 ആകുമ്പോൾ തീർച്ചയായും മനുഷ്യരാശി മാർസ് ഗ്രഹത്തിനെ കോളനിവൽക്കരിച്ചിരിക്കും. 1000 വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ കാലയളവാണ്. എങ്കിലും മാർസിനെ മനുഷ്യർക്ക് ടെറാഫോം ചെയ്യാൻ, അതായത് ഭൂമിയെ പോലെയാക്കി മാറ്റാൻ അത്രയും സമയം മതിയാകില്ല. കാരണം തീരെ കനം കുറഞ്ഞ മാർസിന്റെ അന്തരീക്ഷത്തിനെ കട്ടിയുള്ള നല്ലൊരു അന്തരീക്ഷമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ട് 3025-ൽ മനുഷ്യർ മാർസിനെ കോളനിവൽക്കരിക്കുമെങ്കിലും വലിയ ഗോപുരം പോലത്തെ കെട്ടിടങ്ങൾ പണിത് അതിനുള്ളിൽ തന്നെയായിരിക്കും മനുഷ്യർ അപ്പോഴും താമസിക്കുന്നത്. സ്പേസ് സ്യൂട്ടുകൾ ധരിച്ച് മാത്രമേ ആ ഗോപുരങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയൂ. മറ്റു ഗ്രഹങ്ങളെ കോളനിവൽക്കരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ഭദ്രമാക്കാൻ വേണ്ടിയാണ്. ഒരു വലിയ ആസ്ട്രോയിഡ് വന്ന് പതിച്ചാൽ മതി, മനുഷ്യരാശി അവിടെ തീരും. എന്നാൽ മറ്റു ഗ്രഹങ്ങളിലേക്ക് നമ്മൾ വ്യാപിച്ചാൽ എന്തെങ്കിലും കാരണത്താൽ ഒരു ഗ്രഹം തകർന്നാലും മറ്റ് ഗ്രഹങ്ങളിലുള്ളവർ സുരക്ഷിതമായിരിക്കും. മാർസിന് മാത്രമല്ല, ഒരുപക്ഷെ സാറ്റേൺ ഗ്രഹത്തിന്റെ ഉപഗ്രഹമായ ടൈറ്റനിലും ചിലപ്പോൾ വീനസിലും കോളനികൾ സ്ഥാപിക്കും. മാർസിനെ കോളനിവൽക്കരിക്കുന്നതിനേക്കാൾ വീനസിന്റെ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്ന കോളനികൾ സ്ഥാപിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പമെന്നാണ് പല ശാസ്ത്രജ്ഞരും പറയുന്നത്. എന്തായാലും കൂടുതൽ ഗ്രഹങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ മനുഷ്യരാശി കൂടുതൽ സുരക്ഷിതരാകും. അടുത്ത 1000 വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിലാണ് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടൽ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അന്തരീക്ഷ മലിനീകരണങ്ങൾ, കാട് വെട്ടി നശിപ്പിക്കൽ, ഇങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ മനുഷ്യൻ ഭൂമിയോടും പ്രകൃതിയോടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ പ്രവർത്തികൾ കാരണം 600-ൽ കൂടുതൽ ഇനം ജീവികൾക്ക് വംശനാശം വരെ സംഭവിച്ചു. ഇതിനു പുറമെ ഇന്ന് പല മൃഗങ്ങളും മനുഷ്യൻ കാരണം വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇനിയും ഇതൊക്കെ ഗൗരവമായ കാര്യമായിട്ട് പരിഗണിച്ചില്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാകും. ഇപ്പോൾ തന്നെ പ്രകൃതിയെ ദ്രോഹിക്കുന്നതിന്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞു. നിയന്ത്രിക്കാൻ കഴിയാത്ത കാട്ടുതീ, ഉയർന്ന സമുദ്രനിരപ്പ്, അപ്രത്യക്ഷമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ധ്രുവങ്ങളിലെ ഉരുകുന്ന മഞ്ഞുപാളികൾ, ഓസോൺ പാളിയുടെ വിള്ളൽ, പിന്നെ ഉയർന്ന ആഗോളതാപനം. ഇതേ രീതിയിൽ പോയാൽ ഇനിയും ഏതാനും ചില ശതവർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിലെ അവസ്ഥകൾ ജീവിക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് മാറും. എന്നാൽ ഉടനെ തന്നെ പരിസ്ഥിതിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയാൽ ഭാവി മനുഷ്യർക്കെങ്കിലും ഭൂമിയെ നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയും. ഇനിയും 50 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രകൃതിദത്തമായിട്ട് ലഭിക്കുന്ന പാചകവാതകങ്ങളും എണ്ണകളും എല്ലാം തീരും. കൽക്കരിയാണെങ്കിൽ ഏറ്റവും കൂടിയ കണക്കുകൂട്ടലിൽ പോലും ഇനിയും 230 വർഷങ്ങൾക്കുള്ളിൽ തന്നെ തീരും. അപ്പോൾ ഭാവിയിൽ ഇനി ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നതെന്ന കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. ജർമ്മനിയിലുള്ള ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിൽ 2050 ആകുമ്പോൾ തന്നെ ഭൂമിയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ 33% സോളാർ എനർജി ആയിരിക്കും. ഇതിന്റെ ഒപ്പം വിൻഡ് എനർജിയും ജിയോ തെർമൽ എനർജിയും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ യഥാർത്ഥത്തിൽ നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ യാതൊരു ആവശ്യവും ഉണ്ടായിരിക്കില്ല. അതുമാത്രമല്ല, പരിസ്ഥിതി മലിനീകരണവും വളരെ വലിയ തോതിൽ കുറയും. അതിനോടൊപ്പം തീർച്ചയായിട്ടും ആഗോളതാപനവും കുറയും. നമ്മൾ ഇപ്പോൾ തന്നെ റോബോട്ട്സിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്ന മറ്റൊരു ടെക്നോളജിയാണ് ട്രാൻസ് ഹ്യൂമാനിസം, അതായത് മനുഷ്യനെയും യന്ത്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ. യന്ത്രങ്ങൾ മനുഷ്യരെക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി യന്ത്രങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മനുഷ്യന്റെ തലച്ചോറും യന്ത്രങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതിൽ ഒരുപാട് നേട്ടങ്ങളും ദോഷങ്ങളുമുണ്ട്. പക്ഷെ നല്ല രീതിയിൽ മാത്രം ഉപയോഗിച്ചാൽ ഇതിന് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. 1000 വർഷങ്ങൾക്കുള്ളിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികളെല്ലാം ശരിക്കും മെച്ചപ്പെടും. ഇപ്പോൾ തന്നെ ലോകത്തിൽ ഏത് കോണിൽ നിന്നാലും നമുക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഇതിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഒന്ന് ആലോചിച്ചാൽ ഇന്റർനെറ്റിന് വേണ്ടി മാത്രം വലിയൊരു തുകയാണ് നമ്മൾ ചിലവാക്കുന്നത്. എന്നിട്ടും പല സന്ദർഭങ്ങളിലും ഇന്റർനെറ്റിന്റെ വേഗത
വളരെ കുറവാണ്. എന്നാൽ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് പോലെയുള്ള പദ്ധതികൾ വ്യാപകമാകുന്നതോടുകൂടി ഈ അവസ്ഥകളൊക്കെ മാറും. മിക്കവാറും 2030 ആകുമ്പോൾ ഇന്റർനെറ്റ് എന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ചിലവുമില്ലാതെ തന്നെ ലഭിക്കുന്ന ഒന്നായിട്ട് മാറാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ എല്ലായിടത്തുമുള്ള സകല മനുഷ്യരും തമ്മിൽ എപ്പോഴും ബന്ധപ്പെടും. ഇനി മറ്റൊരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകളുടെയും റോബോട്ടുകളുടെയും പുരോഗതി രണ്ട് രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. ഒന്ന്, സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ തോൽപ്പിച്ച് മുന്നേറുകയും മനുഷ്യനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതിന് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ കീഴിൽ നിന്ന് നമുക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമെന്ന് നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ പിന്നെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലികളും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാകും. പക്ഷെ ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. മനുഷ്യർ തമ്മിലുള്ള അകലം പിന്നെ കൂടും. അതായത് കൂടുതൽ പേരും ഇന്റർനെറ്റിലൂടെ മാത്രമായിരിക്കും പരസ്പരം സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് തന്നെ വീഡിയോ ഗെയിംസിൽ അഡിക്റ്റായ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. എന്നാൽ ഭാവിയിൽ അതിനൊരു പരിധി ഉണ്ടായിരിക്കില്ല. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നത് പോലെ യാത്രാ സൗകര്യങ്ങളും പുരോഗമിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ യാത്രകൾ ചെയ്യാൻ കഴിയും. ഇന്ന് ലോകത്ത് 7000-ൽ പരം ഭാഷകളുണ്ട്. എന്നാൽ ഭാവിയിൽ വളരെ കുറച്ച് ഭാഷകൾ മാത്രമേ ഉണ്ടായിരിക്കൂ. 3025 വരെ രാജ്യങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയാണെങ്കിൽ പിന്നെ യുദ്ധങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിനൊക്കെ പുറമെ ഏറ്റവും വലിയ കാര്യം എന്നത് ലോകം പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ പട്ടിണി കാരണം അന്ന് ആരും മരിക്കുകയില്ല. 2020-ൽ മഹാമാരി എന്ന് നമ്മൾ വിശേഷിപ്പിച്ച കോവിഡ് കാരണം 24 ലക്ഷത്തിലേറെ ജീവൻ നഷ്ടമായി. എന്നാൽ അതേസമയം 2020-ൽ ആഹാരമില്ലാതെ വിശന്നു മരിച്ചത് 70 ലക്ഷത്തോളം മനുഷ്യരാണ്. ഇനിയും 1000 വർഷങ്ങൾ കഴിയുമ്പോഴെങ്കിലും ഇതിനൊരു അന്ത്യമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധ്യമാകണമെങ്കിൽ ആദ്യം മനുഷ്യർ തമ്മിലുള്ള വേർതിരിവുകൾ അവസാനിക്കണം. അല്ലെങ്കിൽ ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചാൽ പിന്നെ ഈ ഭൂമി തന്നെ ഉണ്ടായിരിക്കുമോ എന്ന കാര്യം സംശയമാണ്. We'll rise up from the dust.